ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് എന്ന രാജ്യത്തെ പറ്റിയാണ്. കാരണം ന്യൂസിലാൻഡ് വേഴ്സസ് പാകിസ്ഥാന് മാച്ച് നടക്കുന്നതുകൊണ്ടാണ്. ഞാൻ ട്രെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും പറയണ്ടേ, അതിനു വേണ്ടിയാണ് പറയുന്നത്. ന്യൂസിലാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ലോകത്തിലെ ആദ്യത്തെ സൂര്യൻ്റെ വെയിലടിച്ച് വരുന്ന രാജ്യങ്ങളിലൊന്നാണ് ന്യൂസിലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് വോൾക്കാനോസ് ഉണ്ട്. പിന്നെ മനുഷ്യനെക്കാട്ടി കൂടുതൽ ചെമ്മരിയാടുകളുണ്ട്. പിന്നെ ആദ്യത്തെ വോട്ടിംഗ് കൺട്രി ആയിട്ട് തിരഞ്ഞെടുത്തത് ന്യൂസിലൻഡാണ്. പിന്നെ 48 മുതൽ 50 ലക്ഷത്തിനിടയിലുള്ള ആൾക്കാർ, അതായത് 1/2 കോടിയോളം ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത് നോർത്ത് ഐലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ന്യൂസിലാൻഡിൽ. നോർത്ത് ഐലൻഡുണ്ട്, സൗത്ത് ഐലൻഡുണ്ട്. സൗത്ത് ഐലൻഡിൽ ആൾക്കാർ കുറവാണ് താമസിക്കുന്നത്. നോർത്ത് ഐലൻഡ് ഏകദേശം ഒരു 76% ആൾക്കാർ താമസിക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ വെല്ലിംഗ്ടൺ ആണ് ഇതിൻ്റെ ഒരു പ്രധാന സിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഓക്ക്ലാൻഡും വരും. ഓക്ക്ലാൻഡ് നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ കൂടുതലായിട്ട് സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ്, മവോറി, പിന്നെ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്ന ലാംഗ്വേജ്, ആംഗ്യം വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജാണ് വേറെ ഉള്ളത്. ഇങ്ങനെ 3 ലാംഗ്വേജാണ് ഇവിടെ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. പിന്നെ ബിസിനസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ പല പേപ്പറും റെഡിയായി കിട്ടുന്നതാണ്. ഒരുപാട് കാലതാമസമൊന്നും എടുക്കുന്നതല്ല. പെട്ടെന്ന് ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഇതിനെപ്പറ്റി പറയാമെന്ന് പറഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് വെള്ളം സിനിമയ്ക്കകത്ത് മറ്റേ ഒരു ക്യാരക്ടറുണ്ടല്ലോ, മുരളി എന്ന് പറയുന്നത് ലീഡ് ക്യാരക്ടർ. പുള്ളിക്കാരനൊക്കെ ഈ ന്യൂസിലാൻഡിലൊക്കെ ബ്രാഞ്ചുകളുണ്ട്. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. പിന്നെ ഇവിടെ തദ്ദേശീയരായ മവോറി ആൾക്കാർ ഏകദേശം ഒരു 17% ഉണ്ട്. പിന്നെ കൂടുതൽ ഇംഗ്ലീഷുകാരുണ്ട്. പിന്നെ ഇവിടെ 50% ആൾക്കാർ ഏതിസ്റ്റുകളാണ്, അതായത് ദൈവത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആൾക്കാരാണ്. പിന്നെ കേരളത്തിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ 7% കൂടുതൽ സ്പേസ് ഉണ്ട് ന്യൂസിലാൻഡിൽ. പക്ഷേ അതുപോലെ പോപ്പുലേഷൻ ഇല്ല. കേരളത്തിൻ്റെ പാതി പോലും പോപ്പുലേഷൻ ഇല്ല. പിന്നെ ഇവിടെ ഏകദേശം 700 സ്മോൾ ഐലൻഡുകളുണ്ട്. ഇത് കൂടാതെ നോർത്ത് ഐലൻഡ്, സൗത്ത് ഐലൻഡും കൂടാതെ 700ഓളം സ്മോൾ ഐലൻഡുകളുണ്ട്. പിന്നെ കിവി എന്ന് പറയുന്ന പക്ഷിയെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പക്ഷിയാണ്. പിന്നെ കിയ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. ഈ 2 പക്ഷികളാണ് അവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്ന 2 പക്ഷികൾ. മവോറി ആൾക്കാർക്കൊക്കെ കിവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ദൈവത്തിന് തുല്യമായ രീതിയിലാണ് അവർ കാണുന്നത്. പിന്നെ ഇവിടെ കൂടുതലായിട്ട് നടക്കുന്ന ബിസിനസ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫുഡ് പ്രോസസ്സിങ്, ടെക്സ്റ്റൈൽ, മെഷീനറി, ട്രാൻസ്പോർട്ടേഷൻ, എക്വിപ്മെൻറ്റ്സ്, ഫിനാൻസ്, മൈനിങ്, മിൽക്ക് പ്രൊഡക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ന്യൂസിലാൻഡ്. പിന്നെ 8% ലോകത്തുണ്ടാകുന്ന കമ്പിളി, ചെമ്മരിയാടുകളിൽ നിന്ന് എടുക്കുന്ന കമ്പിളി വെച്ചുണ്ടാകുന്ന കമ്പിളി പതപ്പുകൾ, അങ്ങനെ തുടങ്ങിയുള്ള എക്വിപ്മെൻറ്റ്സൊക്കെ 8% വൂൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ന്യൂസിലാൻഡ്. ഇവിടെ പിന്നെ ഒരുപാട് സ്നേക്കുകളില്ല. ഇതിൻ്റെ അടുത്ത് കിടക്കുന്ന ഓസ്ട്രേലിയ, അടുത്തല്ല, 2000 കിലോമീറ്ററൊക്കെ ദൂരം കാണും. അത്രയും ദൂരത്ത് കിടക്കുന്ന ഓസ്ട്രേലിയ പാമ്പുണ്ട്. പാമ്പ് കടിച്ച് ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇവിടെ അത്രയും പാമ്പിൻ്റെ ശല്യമില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പോലീസിനെ അറിയിച്ചാൽ അവർ വന്നിട്ട് കൊണ്ടുപോയിക്കണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ മവോറി ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അവർ 60% ആൾക്കാരും
ജയിലിൽ കിടക്കുന്ന 60% ആൾക്കാർ മൗറിക്കാരാണ്. പിന്നെ പെൻഗ്വിനുകളെയൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പെൻഗ്വിൻ്റെ വെറൈറ്റികൾ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ ഒരു ലേക്കുണ്ട്, ബ്ലൂ ലേക്ക് എന്ന് പറയും. ആ ലേക്ക് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള ഒരു ലേക്കാണ്. അന്നേരം ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാൻ. ന്യൂസിലൻഡിനെ പറ്റി ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഞാൻ വേണമെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പറയുക, ഞാൻ അതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അന്നേരം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.